ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം അപ്പോസ്തലപ്രവൃത്തികൾ 13 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലപ്രവൃത്തികൾ 16 അധ്യായം 30 വാക്യം. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കടൽ തീരത്ത് നിന്നും ഏകദേശം 10 മൈൽ ഉള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്തിരുന്ന മക്കദോന്യയിലെ ഒരു പ്രധാന പട്ടണമായിരുന്നു ഫിലിപ്പിയ. ഒരു കാലത്ത് ഇവിടെ പ്രശസ്തമായ സ്വർണ്ണഖനികൾ ഉണ്ടായിരുന്നു. തുടർന്ന് സ്വർണ്ണഖനികൾ നാമാവശേഷമാവുകയും റോമാ സാമ്രാജ്യത്തിലെ പ്രധാന യുദ്ധങ്ങൾ നടന്ന യുദ്ധഭൂമിയായി ഈ പട്ടണം മാറുകയും ചെയ്തു. അങ്ങനെ ഫിലിപ്പിയ ഒരു റോമൻ കോളനിയായി തീർന്നു. റോമൻ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച പടയാളികളും ഇവിടെ താമസിച്ചിരുന്നു. വെളിച്ചപ്പാടത്തെ സ്ത്രീക്ക് സൗഖ്യം നൽകിയതിനാൽ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് വസ്ത്രം പറിച്ചുരിഞ്ഞ് കഠിനമായി അടിപ്പിച്ച് അവരെ ജയിലിൽ അടയ്ക്കുന്നു. അങ്ങനെ അവരെ ശ്രദ്ധയോടെ കാക്കുവാൻ കാരാഗ്രഹ പ്രമാണിയെ ഏൽപ്പിക്കുന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം കാരാഗ്രഹ പ്രമാണിയോട് സുവിശേഷം സംവേദനം ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഇടം കാരാഗ്രഹം തന്നെ ആയിരുന്നു. ഈ പ്രഭാതത്തിൽ ഈ കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഒന്നാമതായിട്ട് അതിസമർത്ഥനായ വ്യക്തിയായിരുന്നു കാരാഗ്രഹ പ്രമാണി. കാരാഗ്രഹ പ്രമാണി വെറും ഒരു സമർത്ഥനായ ഉദ്യോഗസ്ഥനായിരുന്നില്ല, മറിച്ച് അതിസമർത്ഥനായിരുന്നു. ഇവിടെ 23 വാക്യത്തിൽ കാണുന്നത്, കാരാഗ്രഹ പ്രമാണിയോട് സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ട് പൂട്ടി. ഇവിടെ പൗലോസിനെയും ശീലാസിനെയും അതിസൂക്ഷ്മമായി കാക്കണമെങ്കിൽ അത്തരത്തിൽ സാമർഥ്യമുള്ള ഉദ്യോഗസ്ഥർ തന്നെ അതിന് ആവശ്യമായി വരും. മേലധികാരികളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് കീഴ് ജീവനക്കാരുടെ കടമയാണ്. അതിനാൽ പ്രത്യേകമായി സജ്ജമാക്കിയ തടവറയിൽ അവരെ ആക്കുകയും കാരാഗ്രഹ പ്രമാണിയെ അവരെ സൂക്ഷിക്കുവാനായിട്ട് ഏൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതീവ ശ്രദ്ധയോടെയാണ് അദ്ദേഹം ആ രാത്രിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അതിനാൽ ഈ ക്രിസ്തു ശിഷ്യരുടെ തനിമയാർന്ന ജീവിതവും ആരാധനയും ഒക്കെ അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ട് തോന്നിയിരിക്കാം. അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതോ ഗവൺമെന്റിനെയോ ഭരണാധികാരികൾക്കോ വിരോധമായി സംസാരിക്കാത്തതോ ശാന്തരും വിനയാന്വിതരുമായി കണ്ടതിൽ ഈ സമർത്ഥനായ ഉദ്യോഗസ്ഥനെ അതിശയിപ്പിച്ച് കാണുമായിരിക്കാം. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തരായ മനുഷ്യരെ കണ്ടതിനാൽ അവരിൽ മറ്റു വിധത്തിലുള്ള യാതൊരു കുറ്റമോ ഒന്നും അദ്ദേഹം കാണുവാനായിട്ട് ഇടയായില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അല്പം മയക്കത്തിലേക്ക് പോയത്. തുടർന്ന് തൻ്റെ പിഴവ് മൂലം ഉണ്ടായ കാര്യങ്ങളിൽ അദ്ദേഹം സ്വയമായി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത്ര സമർത്ഥനായിരുന്നിട്ടും പറ്റിപ്പോയ അബദ്ധത്തിൽ കുറ്റബോധം അദ്ദേഹത്തിന് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇവയെല്ലാം തന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹം എത്രത്തോളം സമർത്ഥനായിരുന്നു എന്ന് നമുക്ക് വെളിവാകുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രാഥമിക ശുശ്രൂഷ നൽകുന്ന വ്യക്തിയായിട്ടാണ്. ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ കാരാഗ്രഹ പ്രമാണി ഇവിടെ ക്രിസ്തു ശിഷ്യർക്ക് പ്രാഥമിക ശുശ്രൂഷ ചെയ്തു കൊടുക്കുന്നതായിട്ട് 33 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി എന്ന് കാണുന്നു. ഇവിടെ എളിമയേറിയ പ്രാഥമിക ശുശ്രൂഷയിലൂടെ അവരിലെ ആത്മബന്ധം ശക്തിപ്പെട്ടു കാണണം. ഈ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം അദ്ദേഹം മാത്രമല്ല, ആ കുടുംബം ഒന്നടങ്കം സ്നാനപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു എനിക്ക് അനുഗ്രഹങ്ങൾ നൽകുവാൻ സമീപസ്ഥനാണ്. എന്നാൽ അതിനു മുമ്പ് നാം ചെയ്യേണ്ടതായ അല്ലെങ്കിൽ ഞാൻ നിർവഹിക്കേണ്ടതായ ചില കടമകളുണ്ട്. ഓരോ ശുശ്രൂഷകളും ഞാൻ ആർക്കു വേണ്ടി ചെയ്യുന്നു, ഏത് മനോഭാവത്തോടെ ചെയ്യുന്നു? ഈ ചോദ്യങ്ങൾ എപ്പോഴും നമ്മിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒന്നാണ്. ക്രിസ്തുവിന് വേണ്ടി കാരാഗ്രഹ പ്രമാണിയെപ്പോലെ അതിസമർത്ഥരായി തീരുവാൻ, എളിമയാർന്ന ശുശ്രൂഷ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ, അതിലൂടെ വീടടക്കം ആനന്ദിക്കുന്ന അനുഭവം കർത്താവ് നമുക്ക് ഏവർക്കും നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ സമർത്ഥമായി നിർവഹിക്കുവാനും എളിമയാർന്ന ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.